അടുത്ത ആളും എത്തിയിരിക്കുന്നു. അടുത്ത ആളുടെ വിവരങ്ങൾ ഞാൻ പറയാം. മോളുടെ പേരെന്താ? ആൻമരിയ. ആൻമരിയ. ആൻമരിയ എത്ര സമയം കൊണ്ടാണെന്ന് ഇപ്പൊ തന്നെ പറയാട്ടോ. അപ്പൊ നിത്യ എത്തി, അത് കഴിഞ്ഞപ്പോൾ ആൻമരിയ. ആൻമരിയുടെ വീട് എവിടെയാ? കോതമംഗലം. കോതമംഗലം. അപ്പൊ ഒരാൾ പറവൂരിൽ നിന്നാണ്, വടക്കൻ പറവൂർ ചേന്നമംഗലം, ഒരാൾ കോതമംഗലം. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. ഇതിനു മുൻപ് ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ആദ്യ വിജയി നിത്യ. നിത്യയുടെ മുഴുവൻ പേരെന്താ? നിത്യ എന്താ പഠിക്കുന്നേ? +1 ഹ്യൂമാനിറ്റീസ്. അപ്പൊ നിത്യ ഓടിയെത്തിയത് 21 മിനിറ്റും 42 സെക്കൻഡിലുമാണ്. മോളുടെ പേര് ആൻമരിയ. ആൻമരിയ 23 മിനിറ്റും 42 സെക്കൻഡും. നല്ലൊരു കൈയടി കൊടുക്കുക അല്ലേ? ക്ഷീണമുണ്ടോ? കുഴപ്പമില്ല. ഈ മുഴുവൻ ഓടിയപ്പോ എല്ലാരും നോക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയോ? എങ്ങനെയാണ് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോ എന്തെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ നടത്താറുണ്ടോ? ഞാൻ മാർബേസിലാണ് പഠിക്കണം, അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസൊക്കെ ഉള്ള. സ്പോർട്സിലൊക്കെ ഉണ്ട്. കായിക താരമാണോ? ഓട്ട മത്സരമാണോ പ്രധാനം? വെറുതെ അല്ല അല്ലേ? നിത്യയാണെങ്കിലോ? നിത്യ അതുപോലെ തന്നെയാണോ? സ്പോർട്സിലുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളാണ് അല്ലേ? എന്താ? മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോതമംഗലം. തീർച്ചയായിട്ടും സ്കൂളിന്റെ പേര് കേൾക്കണം. ഇവർ രണ്ടുപേരും 1ഉം 2ഉം വിജയികൾ ഒരേ സ്കൂളിൽ നിന്നുള്ളതാണ് അല്ലേ? അപ്പൊ സ്കൂളിന് നല്ല സന്തോഷമായിട്ടുണ്ടാവും. അഭിമാനകരമായ നിമിഷമാണ്.